ഹലോ എവരി വൺ, ഇറ്റ്സ് മീ ചന്ദ്രു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് യൂണിവേഴ്സൽ ഗ്രാമർ. ഹിന്ദി പെഡഗോജിയുടെ പാർട്ടായിട്ട് വരുന്ന യൂണിവേഴ്സൽ ഗ്രാമർ എന്ന് പറയുന്ന ടോപ്പിക്ക് നമുക്ക് കേട്ടറ്റിനകത്ത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ നോം ചോംസ്കിയെ കുറിച്ച് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ഉണ്ട്, അതും പിന്നെ യൂണിവേഴ്സൽ ഗ്രാമർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന എന്താണ്, ഇത്രയും സംഭവങ്ങൾ ഈ വീഡിയോയിലൂടെ നമ്മൾ കവർ ചെയ്യും. സോ ലെറ്റ് സ്റ്റാർട്ട്. ഫസ്റ്റ് നമ്മൾ സർവഭാഷാ വ്യാകരണം അല്ലെങ്കിൽ യൂണിവേഴ്സൽ ഗ്രാമർ എന്ന് പറയുന്ന കൺസെപ്റ്റ് മുന്നോട്ട് വെച്ചത് നോം ചോംസ്കിയാണ്. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നോക്കാം. നമുക്കറിയാം അദ്ദേഹം ഒരു ഭാഷാ വൈജ്ഞാനികമാണ്, അതുപോലെ തന്നെ ദാർശനികമാണ്. ഓക്കെ, ലിംഗ്വിസ്റ്റിക്സുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അദ്ദേഹം മെയിനായിട്ട് ഫോക്കസ് ചെയ്തത് ലാംഗ്വേജ്, പൊളിറ്റിക്സ്, അതുപോലെ തന്നെ സോഷ്യൽ സ്റ്റഡീസ്, ഇതിനാണ് അദ്ദേഹം പ്രധാനമായിട്ടും ഇമ്പോർട്ടൻസ് കൊടുത്തത്. ഓക്കെ, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മെയിനായിട്ടുള്ള 3 കൺസെപ്റ്റുകളുണ്ട്. അതിലൊന്നാണ് യൂണിവേഴ്സൽ ഗ്രാമർ. അതിന് നമ്മൾ സാർവഭൗമിക് വ്യാകരണം എന്ന് പറയുന്നുണ്ട്, അതുപോലെ തന്നെ സർവഭാഷാ വ്യാകരണം എന്ന് ഹിന്ദിയിൽ പറയുന്നുണ്ട്. ഓക്കെ, ഇത് ഭാഷാ അധ്യയനം അല്ലെങ്കിൽ ലാംഗ്വേജ് ലേണിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരു സിദ്ധാന്തമാണ് മെയിനായിട്ട് പറയുകയാണെങ്കിൽ. പിന്നെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ഈ ഒരു സിദ്ധാന്തം വരുന്നതിന് മുമ്പ് തന്നെ അതിനു മുമ്പ് നമുക്ക് ഇൻട്രൊഡക്ഷനിലൂടെ തന്നെ നോട്ട്സിലൂടെ തന്നെ പോകാം. ഉन्होंने बहुत सारे विषयों पर व्यापक लेखन किया. അദ്ദേഹം ഒത്തിരി വിഷയങ്ങളിൽ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ രാജനീതി, സമാജ് और വിജ്ഞാൻ इसमें शामिल है എന്ന ടോപ്പിക്കുകൾ അല്ലെങ്കിൽ ഈ ഒരു മേഖലകളുമായിട്ട് അദ്ദേഹം ബന്ധപ്പെട്ടിരിക്കുന്നു. കാരണം ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോട്ടിൻ്റെ ഓർഡറിൽ പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ എളുപ്പമായിരിക്കും. നെക്സ്റ്റ് ആണ് അദ്ദേഹത്തിൻ്റെ 3 പോയിന്റ്സ്. അദ്ദേഹം മുന്നോട്ട് വെച്ച 3 കാര്യങ്ങളാണ്. ഒന്നാമത്തേത് ജന്മജാത ക്ഷമത, രണ്ടാമത്തേതാണ് ഭാഷാ അധികരണ യന്ത്രം, മൂന്നാമത്തേത് സാർവഭൗമിക് വ്യാകരണം. ഈ 3 പോയിന്റ്സിനാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുത്തത്. ജന്മജാത ക്ഷമത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കുട്ടികളിൽ ജനിക്കുമ്പോൾ തന്നെ ഒരു ലാംഗ്വേജ് ലേൺ ചെയ്യാനുള്ള ഒരു ക്ഷമത അല്ലെങ്കിൽ ഒരു കഴിവ് ആ കുട്ടികൾക്കുണ്ട്. അതാണ് ജന്മജാത ക്ഷമത എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുവഴി നമുക്ക് ലാംഗ്വേജ് പഠിച്ചെടുക്കാൻ പറ്റും. നെക്സ്റ്റ് ആണ് ഭാഷാ അധികരണ യന്ത്രം, ലാംഗ്വേജ് അക്വിസിഷൻ ലാഡ് എന്ന് നമ്മൾ പറയുന്നുണ്ട്. ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ബോഡിയുടെ അല്ലെങ്കിൽ മൈൻഡിൻ്റെ ഒരു പാർട്ടാണ്. പക്ഷെ നമുക്കിത് കാണാനോ അല്ലെങ്കിൽ ഇതൊരു കൺസെപ്റ്റാണ്, ഇങ്ങനെ ഒരു സംഭവം നമ്മളുടെ തലച്ചോറിലുണ്ടെന്നുള്ളത്. അപ്പോൾ ഈ ഒരു യന്ത്രം വഴി നമുക്ക് ലാംഗ്വേജ് പെട്ടെന്ന് പഠിക്കാൻ പറ്റും. അതാണ് ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്തെ കൺസെപ്റ്റ് അദ്ദേഹം മുന്നോട്ട് വെച്ചാണ് സാർവഭൗമിക് വ്യാകരണം, യൂണിവേഴ്സൽ ഗ്രാമർ എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമുക്ക് ചുറ്റും എത്രത്തോളം ഭാഷകളുണ്ടോ, പല ലാംഗ്വേജസ് നമുക്കറിയാം. അപ്പോൾ അതിൽ എല്ലാത്തിലും കോമൺ ആയിട്ട് കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. അതായത് ചിലപ്പോൾ ഗ്രാമറൊക്കെ നമ്മൾ എടുക്കുകയാണെങ്കിൽ കോമൺ ആണ്. ഇപ്പോൾ ഹിന്ദി ആണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും നമ്മൾ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഹിന്ദിയിലുണ്ട് ക്രിയ എന്ന് പറഞ്ഞുകൊണ്ട്, ഇംഗ്ലീഷിലാകുമ്പോൾ വെർബ് എന്ന് പറഞ്ഞുകൊണ്ട്. ഓക്കെ, പിന്നെ പ്രസൻറ്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ അതുപോലെ തന്നെ ഹിന്ദിയിലുണ്ട്. പക്ഷേ ആ ഒരു കൺസെപ്റ്റ് ഹിന്ദിയിലും ഉണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു സിമിലാരിറ്റീസ് ലാംഗ്വേജസിലുണ്ട്. അതിനെയാണ് സാർവഭൗമിക് വ്യാകരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൂടുതൽ പോയിന്റ്സിലേക്ക് പോകാം. ഫസ്റ്റ് വണ്ണാണ്, ഇതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഒത്തിരി ലാംഗ്വേജസ് എടുത്ത് സ്റ്റഡി ചെയ്തു. അപ്പോൾ ലാംഗ്വേജസിലുള്ള സിമിലാരിറ്റീസിനാണ് അദ്ദേഹം കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത്. അപ്പം അദ്ദേഹത്തിൻ്റെ ഒപ്പീനിയൻ അനുസരിച്ച് എത്രത്തോളം ഈ ലോകത്തിലുള്ള ഭാഷകളുടെ എല്ലാം തന്നെ ബേസിക് സിദ്ധാന്തം അല്ലെങ്കിൽ മൂൽ സിദ്ധാന്തം ഓർ നിയം ഇത് എന്താണ്, ഒരേപോലെയാണ്. ഏകദേശം സിമിലാരിറ്റീസ് ഉണ്ട് ഇതിലൊക്കെ. ഇപ്പം ഞാൻ ആദ്യം എക്സാമ്പിൾ പറഞ്ഞ പോലെ തന്നെ മലയാളം, ഇംഗ്ലീഷ്, ഇപ്പോൾ ഹിന്ദി, ഈ ലാംഗ്വേജസിലൊക്കെ നമുക്കറിയാം ഈ ഗ്രാമർ അങ്ങനെയുള്ള സ്ട്രക്ചർ, ഭാഷയുടെ സ്ട്രക്ചർ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതിൽ 3ലും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഏകദേശം സിമിലർ ആണ്. ഓക്കെ, ഒരു സെൻറ്റൻസ് നമുക്ക് എടുക്കുകയാണെങ്കിൽ അതിന് നമുക്ക് പല പാർട്സ് ആയിട്ട് അതിനകത്ത് വെർബുണ്ട്, കർത്ത, കർമ്മ, ക്രിയ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഹിന്ദിയിൽ ഡിവൈഡ് ചെയ്യാം. ഇംഗ്ലീഷിലും അതുപോലെ തന്നെ നമുക്ക് ടെൻസ് മീൻസ് എന്താണ് വെർബ്, ആ രീതിയിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ സിദ്ധാന്ത के अनुसार ഭാഷा का नियम और संरचना विभिन्नताएं होती है. പക്ഷെ എന്താണ് ഡിഫറൻസസ് ഉണ്ടെങ്കിലും അതിനൊരു ബേസിക് അല്ലെങ്കിൽ മൂൽ സിദ്ധാന്ത് സമാൻ ഹോത്താ ഹൈ. കുറച്ച് കാര്യങ്ങളിൽ സിമിലാരിറ്റീസ് ഉണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത് സിമിലർ ആയിരിക്കും. പിന്നെ സമാനത, അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. അദ്ദേഹം മെയിനായിട്ട് വ്യാകരണിക് സംരചന, ഭാഷയുടെ അല്ലെങ്കിൽ ലാംഗ്വേജിൻ്റെ സ്ട്രക്ചറിലാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്. वाक्य संरचना, वाक्य की सीमाओं का अध्ययन किया. അതുപോലെ തന്നെ വിഭിന്ന ഭാഷാओं के बीच व्याकरण की समानता को पहचाना. എന്താണ് ഗ്രാമറിലുള്ള സിമിലാരിറ്റീസിനെ അദ്ദേഹം
മനസ്സിലാക്കി ഉസെ ഉനके സാർവഭൗമിക വ്യാകരണ സിദ്ധാന്തके तहत समझा. അതൊക്കെയാണ് ഈ സിദ്ധാന്തത്തിൽ അല്ലെങ്കിൽ ഈ ഒരു കൺസെപ്റ്റിൽ അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. सभी भाषाएं एक ही संरचना और नियमों पर आधारित होती है. ओके, नेक्स्ट ഒരു പോയിന്റാണ് ചോംസ്की के सर्वभाषा व्याकरण सिद्धांत ने भाषा और मानव मस्तिष्क के बीच संबंध को समझने में मदद की है. എന്ന് വെച്ചാൽ ലാംഗ്വേജ് അതുപോലെ തന്നെ നമ്മളുടെ ബ്രെയിൻ ഇത് തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് മനസ്സിലാക്കാൻ ഇത് ഹെൽപ്പ് ചെയ്തു. അതുപോലെ ലോകത്തുള്ള ഭാഷകളിലുള്ള സിമിലാരിറ്റീസ് മനസ്സിലാക്കാൻ ഈ ഒരു സിദ്ധാന്തം അല്ലെങ്കിൽ ഈ അദ്ദേഹത്തിൻ്റെ ഈ ഒരു കൺസെപ്റ്റ് ഹെൽപ്പ് ചെയ്തു. അതുകൊണ്ട് തന്നെ എന്താണ് ഒരു ലാംഗ്വേജസ് സ്റ്റഡി ചെയ്യുമ്പോൾ ഇത് വളരെ ഹെൽപ്ഫുള്ളാണ്. കാരണം ഈ ലാംഗ്വേജസിൻ്റെയൊക്കെ ബേസ് ഏകദേശം സിമിലർ ആണ്. അതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുവാണെങ്കിൽ മറ്റ് ലാംഗ്വേജസ് പഠിക്കാനും നമുക്ക് എളുപ്പമായിരിക്കും. ഇതാണ് സർവഭാഷാ വ്യാകരൺ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മളൊരു ചെറിയ റീക്യാപ്പ് എടുക്കുകയാണെങ്കിൽ നമ്മൾ മെയിനായിട്ട് നോക്കി ചോംസ്കിനെ കുറിച്ചല്ല അദ്ദേഹത്തിൻ്റെ ഒരേ ഒരു പോയിന്റ്, അതായത് സർവഭാഷാ വ്യാകരൺ, അതിന് മാത്രമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഇമ്പോർട്ടൻ്റ് കൊടുത്തത്. ഓക്കെ, അതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഷാവൈജ്ഞാനികയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ 3 പോയിന്റ്സ് എന്ന് പറയും ജന്മജാതക്ഷമത, ഭാഷാധികരണ യന്ത്ര, ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ്, മൂന്നാമത്തേത് സാർവഭൗമിക വ്യാകരൺ, അതിനെ സർവഭാഷാ വ്യാകരണം എന്നും പലയിടത്തും പറയുന്നുണ്ട്. ഓക്കെ, അതിലെ മൂന്നാമത്തെ കൺസെപ്റ്റാണ് നമ്മൾ ഫോക്കസ് ചെയ്തത് മെയിനായിട്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോകത്ത് എത്രത്തോളം ഭാഷകളുണ്ടോ അതിൻ്റെ സ്ട്രക്ചറിൽ കുറച്ചൊക്കെ സിമിലാരിറ്റീസ് ഉണ്ട്. ഓക്കെ, ആ സിമിലാരിറ്റീസ് ലാംഗ്വേജ് പഠിക്കുമ്പോൾ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഇതാണ് സർവഭാഷ അല്ലെങ്കിൽ സാർവഭൗമിക വ്യാകരൺ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്ര മാത്രം. സോ ഗൈസ്, സീ യു ഇൻ ദ നെക്സ്റ്റ്. തബ് തക് के लिए ओके बाय.